ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് അതിന്റെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്ന് പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ ഒരു അവലോകനം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നടത്താം. പരീക്ഷ എല്ലാ ഉദ്യോഗാർത്ഥികളും പല രീതിയിലുള്ള അഭിപ്രായമാണ് ഓരോ ഉദ്യോഗാർത്ഥികളും പറഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പരീക്ഷയെ സംബന്ധിച്ച് പല ഡിസ്ട്രിക്റ്റുകളിലായിട്ട് വ്യത്യസ്തമായ കട്ട് ഓഫ് മാർക്കുകളാണ് വരാൻ സാധ്യത. അപ്പോൾ പൊതുവായിട്ട് ഒരു കട്ട് ഓഫ് മാർക്ക് പറഞ്ഞാൽ അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് അത് ഓരോ ജില്ലയിലും പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ജില്ലയിലും വ്യത്യസ്തമായിട്ടുള്ള കട്ട് ഓഫ് മാർക്കുകളാണ് വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ആണെങ്കിലും അതുപോലെ തന്നെ പത്തനംതിട്ട ആണെങ്കിലും കോട്ടയം ആണെങ്കിലും തൃശ്ശൂർ ആണെങ്കിലും മലപ്പുറം ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഓരോ ജില്ലയിലും കട്ട് ഓഫ് വ്യത്യസ്തമായിരിക്കും. അവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, അതായത് എത്ര പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവുക. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് പൊതുവെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പൊതുവെ നല്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികളെ കുഴച്ചു എങ്കിൽ പോലും പൊതുവെ പരീക്ഷ എളുപ്പമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉണ്ടായത്. അതിന്റെ GKയുടെ 50 മാർക്കും കറണ്ട് അഫയേഴ്സ് 20 മാർക്കും അതുപോലെ തന്നെ കണക്ക് 10 മാർക്കും ഇംഗ്ലീഷ് 10 മാർക്കും മലയാളം 10 മാർക്കും ഇങ്ങനെയാണ് അതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഉണ്ടായിരുന്നത്. അപ്പോൾ പൊതുവെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം GKയിൽ വന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസുകളൊക്കെ പ്രയാസപ്പെടുത്തിയെങ്കിലും പൊതുവെ GK 50 മാർക്കിന് GKയിൽ വലിയ അധികം പ്രയാസം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും കുറച്ചുകൂടിയൊക്കെ കറണ്ട് അഫയേഴ്സിന് കുറച്ചുകൂടിയൊക്കെ വിശദമായിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുവെങ്കിലും അത്രയധികം കട്ടിയുള്ള ചോദ്യങ്ങൾ ഉണ്ടായില്ല എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം പറഞ്ഞു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും പൊതുവെ പ്രയാസം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും കണക്ക് കുറച്ച് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കണക്ക് വളരെയധികം പ്രയാസമുള്ള ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ പോലും എല്ലാവർക്കും പൊതുവെ കണക്ക് വളരെ പ്രയാസമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പല ഉദ്യോഗാർത്ഥികളോടും പറയാറുണ്ട്, കണക്ക് എഴുതുന്ന അവസരത്തിൽ അത് അവസാനത്തിലേക്ക്, അതായത് ഒരു പരീക്ഷയുടെ തുടക്കത്തിൽ നമുക്ക് എടുക്കുമ്പോഴുള്ള ഏതൊക്കെ വിഷയമാണോ ഉള്ളത് ആ വിഷയങ്ങൾ ആദ്യം തന്നെ എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം. കണക്ക് പ്രയാസമാണെങ്കിൽ അത് അവസാനത്തിലേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടാതെ വരും, സമയം തികയാതെ വരും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ അവസാനത്തിലേക്ക് മാർക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്യാനും പരമാവധി മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉദ്യോഗാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് പരീക്ഷയെ സംബന്ധിച്ച് ഓരോ ഉദ്യോഗാർത്ഥികളും അവരവരുടെ മാർക്കുകളൊക്കെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അവരവരുടെ രീതിയിൽ അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ തന്നെ പൊതുവെ പറയുകയുണ്ടായി. ഇനി നമുക്ക് ഓരോ ജില്ലയിലും എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തത് എന്ന് നോക്കാം. ഇത് തിരുവനന്തപുരം ജില്ല എടുത്താൽ 706 പേരാണ് കൺഫർമേഷൻ നൽകിയത്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ 13,699 പേരാണ് കൺഫർമേഷൻ നൽകിയത്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ 17,577 പേരാണ് കൺഫർമേഷൻ നൽകിയത്. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ 25,478 പേരാണ് കൺഫർമേഷൻ നൽകിയത്. മലപ്പുറം ജില്ലയിൽ 34,021 പേരാണ് കൺഫർമേഷൻ നൽകിയത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ 40,381 പേരാണ് കൺഫർമേഷൻ നൽകിയത്. അപ്പോൾ പൊതുവെ 60% മുകളിൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്നതേ ഉള്ളൂ. എങ്കിലും ഏകദേശ ഒരു ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും വ്യത്യസ്തമായ കട്ട് ഓഫ് മാർക്കുകളാണ് വരാൻ സാധ്യത എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ജില്ലയിലും എത്രയാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത എന്ന പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് എത്രയാണ് ഉദ്യോഗാർത്ഥികൾ അവരവർക്ക് ലഭിച്ച മാർക്കുകളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പരീക്ഷയുടെ വിലയിരുത്തലിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കട്ട് ഓഫ് മാർക്ക് എത്ര വരുമെന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എത്ര പേരുടെ ലിസ്റ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം സാധ്യതയുള്ള ഒരു കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ സാധ്യത എക്സ്പെക്ടഡ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്
66 മാർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ വരാൻ സാധ്യത. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായത്തിൽ നിന്നൊക്കെ തന്നെ അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള കട്ട് ഓഫ് മാർക്ക് 66 അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് ഇച്ചിരി കുറയാൻ സാധ്യതയുണ്ട്. 61 ആണ് പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത. അതുപോലെ തന്നെ കോട്ടയം ജില്ല എടുത്താൽ കോട്ടയം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് 63 വരാൻ സാധ്യത. പല ഉദ്യോഗാർത്ഥികളും അവർക്ക് പരീക്ഷയെ സംബന്ധിച്ചുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു കട്ട് ഓഫ് നിർണയം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല എടുത്താൽ തൃശ്ശൂർ ജില്ലയിലും 66 മാർക്ക് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അതുപോലെ തന്നെ മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറം ജില്ലയിലെ 63 ആണ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല എടുത്താൽ കോഴിക്കോട് ജില്ലയിലും 66 കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത. ഉദ്യോഗാർത്ഥികൾ ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച മാർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിലും പൊതുവെയുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലും പരീക്ഷയെ സംബന്ധിച്ച ചോദ്യങ്ങളുടെ ഒക്കെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലും എത്രയോ ശതമാനം നമുക്ക് പരീക്ഷയിൽ മികവ് പുലർത്താൻ സാധിക്കുമെന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പെക്ടഡ് കട്ട് ഓഫ് മാർക്കിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ എത്ര പേരുടെ ലിസ്റ്റാണ് ഇടുന്നത് എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിത ഒരു കട്ട് ഓഫ് മാർക്കാണ് ഓരോ ജില്ലയിലും. ഇതിപ്പോൾ കഴിഞ്ഞ പരീക്ഷയുടെ 2-ാം തീയതി 2/8/2025 നടന്ന പരീക്ഷയുടെ പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്കാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ പരീക്ഷാ വിലയിരുത്തലും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.